രൂപ 3000 എണ്ണി കൊടുത്തത്. അതിന് ആർക്കൊന്നും അറിയണ്ടല്ലോ, ഞങ്ങളും എന്റെ പൈസയില്. അങ്ങനെയൊക്കെ ആയോ സോമിയ? ഒരു തുള്ളി കള്ളൂട്ടിട്ട് എത്ര ദിവസം അറിയോ എനിക്ക്? നീ ഒന്ന് അടങ്ങ് സോമിയ. എന്നാ ഞാൻ ഒരു പാട്ട് പാട്ടെ. ആ പാട്. ഹേയ് കുതിരയ്ക്ക് കുളമ്പടി, കഴുതയ്ക്ക് പുറത്തടി, നടക്കാൻ മെതി. സുമേഷ് 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 നമ്മുടെ പാട്ട് നോക്കുന്നില്ല. കുറച്ച് സാധനം വന്ന വഴി കണ്ട വേഗം ഒന്ന് ഒഴിക്കണ കപ്പ. ചാവോ പണ്ടാറോ? അവിടെ ഇരിക്കും സാറേ കൂടുതൽ ആൾക്കാർ. മുരിയുടെ ഭാഗത്താ സാറേ എല്ലാം സെറ്റാണേ. ശരിയായി. ഞാൻ സാറിനെ വിളിച്ചോട്ടെ? ഓ വിളിച്ചോ. ഓക്കെ. അതെ, നാളെ രാവിലെ 10 മണി. 10 മണിക്ക് ഞാൻ അവിടെ എത്തിക്കോളാം. ഓ ശരി. സാർ, സാറിന് വന്ന് ഉദ്ഘാടനം ചെയ്താൽ ആ ഡ്രോൺ പറത്തൽ തുടങ്ങായിരുന്നു. എവിടെ? അവിടെ. അയ്യോ, ഷിബു, എന്ത് വില കൊടുത്തും ഈ കോവിഡിനെ നമ്മൾ തടഞ്ഞിരിക്കണം. കോവിഡ് പ്രോട്ടോക്കോളും സോഷ്യൽ ഡിസ്റ്റൻസും പാലിക്കാത്ത എല്ലാവരെയും പിടിച്ച് ഷിബാകത്തുണ്ട് സാർ. കൊറോണയെ ഉന്മൂലനം ചെയ്തിരിക്കും. വരൂ സാർ. നാളികേരം ഉടക്കണ്ടേ? തേങ്ങയില്ല സാർ. തേങ്ങ ഇല്ലേ? എടുക്കാൻ മറന്നതാ. ഗജാനനം ബോധഗണാതിസേവിതം കവിത. ഇത് ഞെക്കിയിട്ട് ഇവിടെ ഈ കുറ്റിയോ? ആ കുറ്റി. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സാർ. അയ്യോ ഷെയ്ക്കിന്റെ കൊറോണ സാനിറ്റൈസർ. മോനെ, പാടത്തേക്ക് പറപ്പിച്ച് വിട്ടേക്ക്. പാടത്ത് മറിഞ്ഞിരുന്ന് കുടിക്കുന്നവനെയും കളിക്കുന്നവനെയും പെടുക്കുന്നവനും എനിക്ക് വേണം. ഓക്കെ? ശരി സാർ. ഗുഡ് ബോയ്. എല്ലാ കവലയിലും കിറുക്കന്മാരാ. ഇതിന് മാത്രം കിറുക്കന്മാര് നമ്മുടെ നാട്ടിലുണ്ടെന്ന് ഇന്നാ മനസ്സിലായി. ശരിയാ, ഇന്നലെ മുതൽ അവന്മാര് പാടത്തും പറമ്പിലൊക്കെ ഡ്രോൺ അടിച്ചോണ്ടിരിക്കുക. എപ്പോഴാണോ ഇങ്ങോട്ട് പറഞ്ഞത്? ഇങ്ങോട്ടൊന്നും വരില്ല, ഇവിടെ സേഫ് അല്ലേ സുമേഷ്? സൈക്കിൾ നിർക്കണ്ടേ? അവനെനിക്ക് വേണം. വേറെ ആരെ കിട്ടിയില്ലെങ്കിലും അവനെവിടെ വേണം. എന്ത് മോശമായാലും വേണ്ടില്ല, അവനെ പിടിക്കണം. പോലീസിന്റെ ഡ്രോണാണെന്ന് അറിഞ്ഞിട്ടും കുപ്പി എടുക്കാൻ വന്ന അവനെനിക്ക് വേണം. അവന് പിന്നാലെ പോട്ടെ. അവൻ തോറ്റു സാറേ. എനിക്ക് അവന്റെ മുഖം വേണം. ക്യാമറ തിരിക്ക്. സാറേ ഒന്നുമില്ല മോനെ, ഒന്നുമില്ല. മോള് വിട്ടാത്തോണ്ട് തത്തിന്റെ കൈ ഉറക്കാൻ നോക്കിയോ? എന്റെ മാത്രല്ല കൂട്ടിന്റെ കൈ കരക്ഷത്തിൽ വെച്ച് സോഡ വെച്ചടിച്ച ചെറിയ ഇന്നലെ അടിച്ചതാ. ഷർട്ട് ഇടാനും മറന്ന് പുല്ല്. അയ്യോ തുമ്പ. പറഞ്ഞോ
ആ ഷെഡിയെ നിങ്ങളെന്തോ ഓടിയേ? എടാ സുമേഷേ, നീ വെറുതെ തമാശ കളിക്കല്ലേ. ഇവിടെ നിന്നാ ഡ്രോണ്? ആ അതെ, ഞാനും സൈക്കോ ഷോമിയും സാമ്പാറും എല്ലാരും കൂടെ വെള്ളം അടിക്കുമായിരുന്നു പാടത്ത്. അപ്പൊ ഞങ്ങളുടെ പുറകെ കൂടെ പറഞ്ഞു വന്നടാ. അയ്യോ, അതിപ്പോ പോലീസിന്റെ തന്നെയാ. എന്നിട്ടെന്താ, ഒരു റമ്മിന്റെ കുപ്പി എടുത്ത് ഞാൻ അത് പടപടച്ചു. അയ്യോ സുമേഷേ, നീ തീർന്നടാ, തീർന്ന്. എടാ അത് പോലീസിന്റെ ഡ്രോണാ. എടാ അതിൽ സെൻസറും ക്യാമറയും മണ്ണാങ്കട്ടയൊക്കെ ഉണ്ടാവും. ഇപ്പൊ അവര് നിന്നെ ഫുള്ള് സ്കെച്ച് ചെയ്തിട്ടുണ്ടാവും. ഇനിയിപ്പോ ഞാൻ ചെയ്യാ? നീ ഇനിയിപ്പോ ഒന്നും ചെയ്യണ്ട, ബാക്കിയൊക്കെ അവര് ചെയ്തോളും. അവര് ചെയ്തോളൂന്ന് പറഞ്ഞാ? എടാ നിന്നെ കിട്ടിയ അവര് ഉരുട്ടും, ഉരുട്ടി കൊല്ലും. നീ ആ ക്ലാപ്പെടുത്തോണ്ട് അവിടെ നിന്ന് പോയേ. ഇനി മേലെ ഇങ്ങോട്ട് വന്നേക്കരുത്. വെറുതെ മനുഷ്യനെ സ്കെച്ച് ചെയ്യാറില്ലടാ സുമേഷേ. വെക്കടാ വാണക്കുറ്റി. സാറേ, എന്നാലും എൻ്റെ പീറ്ററെ, നമ്മൾ പറത്തി വിട്ട സാധനം ഏതോ ഒരുത്തൻ കുപ്പി വെച്ചെറിഞ്ഞിട്ടില്ലേ? ആ പയ്യനവിടെ നിന്ന് കരയുണ്ട്. സാറൊന്ന് വന്നാ അവനോട് ഞാൻ എന്താടാ പറയാ? എന്തെങ്കിലും ഒന്ന്. വാ. മോനെ കരയല്ലേ, നമുക്കത് കണ്ടുപിടിക്കാം. സാറിനെ കണ്ടറിയാം. സാറിന് ഒരു ഉണ്ടയും കണ്ടുപിടിക്കാൻ അറിയില്ല. അവര് മനസ്സിലായി. സാറിന് അറിയാം, ഞാൻ ഈ ഡ്രോൺ വെച്ച് കല്യാണമൊക്കെ പിടിച്ചിട്ടാ സാറേ ജീവിക്കണേ. എന്റെ അമ്മ അടുക്കള പണിയെടുത്ത് വാങ്ങിച്ചെന്നാ സാറേ ഡ്രോണ്. ഞാനിനി എന്തു ചെയ്യും സാറേ? എനിക്ക് വേറൊരു പണിക്ക് പോകാൻ അറിഞ്ഞൂടാ സാറേ. എല്ലാ ജീവിതം മനുമോൻ കരയല്ലേ? മനുമോന്റെ ഡ്രോൺ ഈ ഷിബു സാറ് കണ്ടുപിടിച്ചിരിക്കും. ട്രസ്റ്റ് മീ. പത്തനാപുര രാജാവിനെ ക്രൗൺ അടിച്ചു മാറ്റിയവനെ കണ്ടുപിടിച്ചെങ്കിൽ നിന്റെ ഡ്രോൺ എറിഞ്ഞു വീഴ്ത്തിയവനെ ഈ ഷിബു സാറ് കണ്ടുപിടിച്ചിരിക്കും. മോൻ ധൈര്യമായിട്ട് വേണ്ടി കയറും. പീറ്ററെ സർ, വണ്ടി എടുക്കുക. പത്തനാപുരത്തേക്കാണ് സാർ. അല്ല, കോണത്ത് നിന്നിട്ട് ഞാൻ തന്നെ ഉദ്ഘാടനം ചെയ്താൽ മതിയായിരുന്നു. അങ്ങരുടെ തേങ്ങയും ശ്ലോകം ചെല്ലലും. പീറ്ററെ, അവിടേക്കാ പോയിട്ടുള്ളത്. അങ്ങോട്ട് വിട്, അങ്ങോട്ട് വിട്. പീറ്ററെ, അങ്ങോട്ട് വിടറാ. പറപ്പിച്ചു വിടും സാറേ. മനുമോൻ പറഞ്ഞു കേട്ടില്ലേ? പറപ്പിച്ചു വിടും പീറ്ററെ. വിട്ടു സാർ. നീ ഇത് കൊണ്ട കൊടുത്തേ. എനിക്ക് കല്യാണം കണ്ടു. എന്താടിയ ചെറുക്കൻ്റെ ഒരു കുഴപ്പം? നല്ല വെളുവിളാന്നല്ലേ ഇരിക്കണേ. ദുബായ് നല്ല ജോലിയുണ്ട്. ദുബായിലെ അച്ഛ, ഞാൻ കരാമയിലാണ് അച്ഛ. എന്നാ മോയെ കിട്ടിക്കോ. നിന്ന് ചിലക്കാണ്ട് കൊണ്ട് കൊടുക്കടി. കരാമേല് കടലാമ. ഞാൻ കുട്ടിയോടൊന്ന് സംസാരിച്ചോട്ടെ. അതിനെന്ത് മോനെ, ആയിക്കോട്ടെ, ചെല്ല്. ഓക്കെ, ചെല്ലിട്ടു. ഹായ് അമ്മേ. ഹായ്, ഹലോ. കുട്ടിക്ക് ദുബായ് ഇഷ്ടമാണോ? അല്ല. കുട്ടിക്ക് ദുബായ് ഇഷ്ടമാണ്, എന്നെ ഇഷ്ടമാണെന്ന് കുട്ടിയുടെ കണ്ണ് കണ്ട് എനിക്കറിയാലോ, അല്ലേ? ചേട്ടാ, ഇത് പൊട്ടു. തപാശക്കരുത്, ഒറ്റ അടി വെച്ച് തന്നിട്ടല്ലോ. എനിക്കിഷ്ടായി. ഞാനെല്ലാവരും പറയാൻ പോവാ, നമ്മുടെ കല്യാണം വന്ന്. അതെ, ഐ ലവ് യു. ആ പറയടേ. എന്നെ തേക്കാനാണോ നിന്റെ പ്ലാൻ? എന്താടി നീ കാര്യം എന്താന്ന് വെച്ചാ പറ. എടാ, ഇന്നൊരു കൂട്ടർ എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് എവിടെയെങ്കിലും പോയി ജീവിക്കാമല്ലോ. എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ കാണണം. നീ എന്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്ക്. എടി, ചേച്ചി പോയ പിന്നെ ഞാനങ്ങനെ പുറത്തേക്കൊന്നും ഇറങ്ങാറില്ല. എനിക്കൊന്നും കേൾക്കണ്ട വിനു. നാളെ രാവിലെ ഞാൻ കലിങ്ങിലുണ്ടാവും. നീ അവിടെ എത്തിയിരിക്കണം. പിശാചിന് കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ല.